ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. നമ്മളെക്കാട്ടിലും കടന്നാണല്ലോ ഗുരുവായൂരപ്പൻ്റെ ചിന്ത. ഞാൻ നേരത്തെ അബദ്ധത്തിലോ സുബദ്ധത്തിലോ നിങ്ങളോട് പറഞ്ഞു ഭഗവാന്റെ ചതുർവ്യൂഹ സമ്പ്രദായത്തിനെ കുറിച്ചിട്ട് അവസരം വന്നാൽ പറയാമെന്ന്. അതായത് ഭഗവാന് അരൂപമായിട്ടുള്ള ബ്രഹ്മാവസ്ഥയിൽ ഭഗവാനെ നമ്മൾ നാരായണൻ എന്ന് പറയും. ഈ നാരായണനെ തന്നെയാണ് ശൈവര് സദാശിവൻ എന്ന് പറയണത്. അതേ ശക്തിയെ തന്നെയാണ് വേദാന്തി ബ്രഹ്മം എന്ന് പറയണത്. അതേ ശക്തിയാണ് ദേവിയുടെ ഉപാസകൻ പരാശക്തി എന്ന് പറയണത്. അതേ അവസ്ഥയെ ബൗദ്ധൻ ശൂന്യം എന്ന് പറയും. അതിന് രൂപമില്ല. ആ രൂപം സദാ ശയിക്കുന്ന അവസ്ഥയിൽ ആകയാൽ അതിന് പുരുഷൻ. ഞാൻ രാവിലെ പറഞ്ഞു എന്താ പുരുഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ആ ഭഗവാൻ സക്രിയനാവുമ്പോൾ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിലേക്ക് എത്തുമ്പോൾ അതിങ്ങനെ കയറി വരികയാണ്. ഓരോ ഘട്ടമായിട്ടത് കയറി വരുമ്പോൾ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇങ്ങനെ 4 ഭാവങ്ങളുണ്ട് ഭഗവാന്. അതിനെ ഭഗവാന്റെ വ്യൂഹങ്ങളെന്നാണ് പറയുക. വൈഷ്ണവത്തിൽ അതിനെ വ്യൂഹങ്ങളെന്ന് പറയും, ചതുർവ്യൂഹം എന്ന് പറയും. ഇത് വിഷ്ണു ഭക്തന്മാർ പഠിച്ചിരിക്കേണ്ട വിഷയമാണ്. ഭഗവാൻ എങ്ങനെയാണ് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്യിപ്പിച്ച് സംഹരിച്ച് പാലിച്ചു പോരണത് എന്നുള്ളത് മനസ്സിലാക്കാൻ വൈഷ്ണവ മാർഗത്തിൽ പറയപ്പെട്ടിട്ടുള്ളതാണ് ചതുർവ്യൂഹ സമ്പ്രദായം. അപ്പോൾ ഈ വാസുദേവൻ ആരാ, സംഘർഷണൻ ആരാ, പ്രദ്യുമ്നാരാ, അനിരുദ്ധരാരാ, സമയം കിട്ടുകയാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. രുദ്രഗീതത്തിൽ അതിൻ്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നത് അതാരാണെന്നുള്ളതാണ്. അതാരാ പറഞ്ഞു തരണത്? മഹാദേവനാ പറഞ്ഞു തരണത്, വേറെ ആരുമല്ല, സാധാരണക്കാരാരുമല്ല. ജിതം ത ആത്മവിദ്വര്യ സ്വസ്തയേ സ്വസ്തിരസ്തുമേ ഭവതാരാധസാരാധം സർവസ്മാ ആത്മനേ നമ. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. നമ പങ്കജനാഭായ നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനേ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോജിഷേ സംഘർഷണായ സൂക്ഷ്മായ ദുരന്തായാന്തകായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനേ. ഇങ്ങനെ പോവും. കുറച്ചേ ഉള്ളൂ, എന്നാലും കുറച്ച് നേരം ഉണ്ടത്. ഈ പ്രാചീനമായിട്ടുള്ള ഈ സരസിൻ്റെ തീരത്ത് വന്നിട്ട് പ്രാചീന ബർഹസിൻ്റെ 10 പുത്രന്മാർ തപസ് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഇന്നേ വരെ കേൾക്കാത്ത അതിദിവ്യമായിട്ടുള്ളൊരു സംഗീതം കേട്ടു. ആ തൊട്ടടുത്തുള്ള വലിയ താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന സരസിൽ ഗുരുവായൂർ തീർത്ഥത്തിൻ്റെ പേര് രുദ്രതീർത്ഥം എന്നാണ്. ആ തീർത്ഥത്തിൻ്റെ ഉള്ളിൽ നിന്ന് മഹാദേവൻ ഉയർന്നു വന്നു എന്നാണ്. എന്നിട്ട് പ്രചേതസ്സുകളോട് പറഞ്ഞു, പരമാത്മാവായിട്ടുള്ള നാരായണൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ജീവഭാവത്തിനും മായയ്ക്കും അതീതനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു സാധാരണ ജീവനല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ മായയിൽ നിന്ന് പുറത്തു നിൽക്കുന്നവനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ശ്രീഹരിയെ ശരണം പ്രാപിക്കുന്ന ആൾക്കാരെയും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതായത് വിഷ്ണു ഭക്തരെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഭഗവാൻ പറയണം. എന്നിട്ട് പറയും, പ്രാചീന ബർഹസിൻ്റെ മക്കളെ നിങ്ങൾക്ക് മംഗളം ഉണ്ടാവട്ടെ. ആ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ വളരെ വിശേഷമായിട്ടൊരു സ്തോത്രം ഞാൻ പറഞ്ഞു തരാം. ഈ അവസരത്തിൽ ഈ വ്യാസപീഠത്തിൽ ഇരുന്നിട്ട് പറയണം, ഈ രുദ്രഗീതം നിത്യം ചെല്ലിയാലുണ്ടല്ലോ ഗുരുവായൂരപ്പനെ കാണാം, നിശ്ചയമായിട്ടും കാണാം, കണ്ടിരിക്കും, ഗ്യാരൻ്റിയാണ്. എൻ്റെ വാക്കല്ല, മഹാദേവൻ്റെ വാക്കാണ്. അത് മാത്രം ഉപാസിച്ചിട്ട്, ഭാഗവതത്തിൽ ഈ രുദ്രഗീത സ്തോത്രം മാത്രം ഉപാസിച്ചിട്ട് ഭഗവാന്റെ സാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള അനവധി ആൾക്കാരുണ്ട്. എന്നിട്ട് ആ സ്തോത്രം അങ്ങോട്ട് മഹാദേവൻ ചൊല്ലിക്കൊടുക്കണം ഇവർക്ക്. അതിൻ്റെ അർത്ഥം ചുരുക്കി പറയാം. അല്ലയോ നാരായണ പ്രഭോ, ജിതം ദ ആത്മവിദ്വര്യ എന്ന് പറഞ്ഞ് തുടങ്ങണം. ആനന്ദത്തിൻ്റെ സ്വരൂപനാണ് അവിടുന്ന്. ഭട്ടതിരി പറഞ്ഞ തന്നെ സാന്ദ്രാനന്ദ ബോധം. അതേപോലെ ഭക്തജനങ്ങളുടെ ക്ഷേമത്തിൽ തൽപരനുമാണ്, യോഗക്ഷേമത്തിൽ തൽപരനാണ്. എന്താ യോഗം, എന്താ ക്ഷേമം? ഉള്ളത് നിലനിർത്തി കൊടുക്കുക യോഗം, ഇല്ലാത്തത് കൊണ്ടുവന്ന് കൊടുക്കുക ക്ഷേമം. ഭഗവാൻ ഇത് രണ്ടും ചെയ്യണ ആളാണ്. നമ്മൾക്ക് കയ്യിലുള്ളതിനെ നിലനിർത്തി തരും, ഇല്ലാത്തതിനെ എവിടെന്നെങ്കിലും ഭാവം തപ്പിപ്പിടിച്ച് കൊണ്ടുതരും. അതാണ് യോഗക്ഷേമം. ഈ യോഗക്ഷേമം വഹാമ്യഹം, യോഗക്ഷേമം ചിറ്റ് ഫണ്ട്സ് എന്നൊക്കെ കാണുമ്പോൾ
ഭഗവാനെ ഇടയ്ക്കൊന്ന് ഓർക്കുക. അപ്പോൾ അല്ലാണ്ട് ഞങ്ങളുടെ മാത്രം യോഗവും ഞങ്ങളുടെ ക്ഷേമവും അല്ല, എല്ലാവരുടെയും യോഗവും എല്ലാവരുടെയും ക്ഷേമവും. അങ്ങനെയുള്ള ആ യോഗക്ഷേമത്തിൽ, ഭക്തജനങ്ങളുടെ ക്ഷേമത്തിൽ തൽപരനുമായിട്ടുള്ള അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രിക്കുന്നവൻ, സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ശാന്തസ്വരൂപനാണ്, കൂടസ്ഥനാണ്. എന്താ കൂടസ്ഥൻ എന്ന് ഞാൻ സനകാദികൾ പറയുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടം, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ആത്മാവ്. കൂടസ്ഥനും സ്വയം പ്രകാശവാനും. ഭഗവാന് പ്രകാശിക്കാൻ പുറത്തുനിന്ന് ലൈറ്റിൻ്റെ ആവശ്യമില്ല. ഭഗവാന് സ്വയം പ്രകാശകനാണ്. ഭഗവാന്റെ ശരീരത്തിലുള്ള കുണ്ഡലങ്ങളും ആഭരണങ്ങളൊക്കെ ഭഗവാന്റെ ശരീരത്തിൻ്റെ ശോഭ കൊണ്ട് വെട്ടിത്തിളങ്ങുക. അല്ലാതെ ആ കുണ്ഡലങ്ങളുടെ ശോഭയല്ല കപോലത്തിൽ വീഴുന്നത്. കവിളിന്ന് വരുന്ന വെളിച്ചം കുണ്ഡലത്തിൽ തട്ടി തിരിച്ച് കവിളത്ത് അടിക്കണമെന്നാണ് പറഞ്ഞു. അങ്ങനെയാണത്ര മകരകുണ്ഡലങ്ങൾ ശോഭിക്കുന്നത്. അങ്ങനെ കൂടസ്ഥനും സ്വയം പ്രകാശവാനുമായിട്ടുള്ള ഭഗവാന്റെ ആദ്യത്തെ നാമം പറയണു, ഭഗവാൻ വാസുദേവനെ ഞങ്ങൾ വണങ്ങണു. അങ്ങനെ നമസ്കരിക്കുക. ഇനി സംഘർഷണനായിട്ടും പ്രദ്യുമ്നായിട്ടും അനിരുദ്ധനായിട്ടും വ്യത്യസ്ത രൂപങ്ങളിൽ കാണുന്നതും അങ്ങേ തന്നെയാണ്. ഈ സന്ദർഭത്തിലാണ് നമുക്ക് നേരത്തെ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതാണെങ്കിലും സുബദ്ധത്തിൽ പറഞ്ഞതാണെങ്കിലും വ്യാഖ്യാനിക്കാനുള്ള അവസരം. ഇത് വിട്ടാൽ കഴിഞ്ഞു, ഇനിയില്ല, ഭാഗവതത്തിൽ എവിടെയും വരില്ല ഈ 4 പേരുകൾ. അപ്പോൾ വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഏത് ഭാവ? കൂടസ്ഥനായിട്ടിരുന്നിട്ട് സ്വയം പ്രകാശമായിട്ടിരിക്കണവൻ. നമ്മുടെ ആത്മാവ് സ്വയം പ്രകാശമായിട്ടിരുന്നാൽ അത് വാസുദേവൻ. അതാണ് വാസുദേവൻ. വസുദേവൻ്റെ മകനായതുകൊണ്ടല്ല. വസുദേവർ ജനിക്കുന്നതിന് മുന്നേ ഭഗവാൻ വാസുദേവൻ എന്ന് പേരുണ്ട്. ഇല്ലെങ്കിൽ ദ്വാദശാക്ഷര മന്ത്രം വരില്ലല്ലോ. ധ്രുവൻ ജനിക്കുമ്പോൾ വസുദേവർ ജനിച്ചിട്ടില്ലല്ലോ. പക്ഷെ കൊടുത്ത മന്ത്രം ഏതാ? ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ്, അല്ലേ? ആ വാസുദേവൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ കൂടസ്ഥമായിട്ടിരിക്കുന്ന സ്വയം പ്രകാശം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ. കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ നമ്മളൊരു വെളിച്ചമായിട്ട് കാണുകയാണെങ്കിൽ ആ വെളിച്ചത്തിനെയാണ് വാസുദേവൻ എന്ന് പറയണത്. ഈ വെളിച്ചത്തിലാണ് ചിത്തത്തിൻ്റെ അടിസ്ഥാനം. ചിത്തച്ച ബുദ്ധിയായും അഹങ്കാരമായിട്ടും ഒക്കെ പിന്നീട് മനസ്സായിട്ടൊക്കെ വേർപിരിയുന്നത് ഈ ചിത്തമാണ്. ഒരു ശരീരത്തിൽ ആത്മാവിരിക്കുമ്പോൾ ഈ ശരീരം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഈ ചിത്തത്തിൽ നിന്നാണ്. ആ ചിത്തത്തിനെ പ്രകാശിപ്പിക്കുന്നത് ഈ ആത്മാവാണ്. ആ പ്രകാശം ഇല്ലെങ്കിൽ ചിത്തത്തിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞല്ലോ, ഭഗവാൻ പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊന്നും തന്നെത്താൻ പ്രവർത്തിക്കാൻ പറ്റില്ല. ഭഗവാൻ അന്തഃപ്രവേശ്യ, അകത്ത് കയറണം. അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാലാണ് ഇതിനൊക്കെ ചൈതന്യം ഉണ്ടാവുന്നത്. അപ്പോൾ വാസുദേവൻ എന്ന് പറഞ്ഞാൽ കൂടസ്ഥമായിട്ടിരിക്കുന്ന സ്വയം പ്രകാശമാണ്. ആ ഭഗവാൻ സക്രിയനാണ്, പ്രവർത്തിക്കും. അതുകൊണ്ട് നിൽക്കുന്ന രൂപമാണ്. ഞാൻ കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ഇന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഇരിക്കുന്നത്, നിൽക്കുന്നത്, കിടക്കുന്നത്, 3 രൂപത്തിലാണ് നാരായണനെ ആരാധിക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഭാവം സംഘർഷണൻ, കർഷണം ചെയ്യണവൻ, ഫ്രിക്ഷൻ. കൂട്ടി ഉരച്ചു കഴിഞ്ഞാൽ ചൂട് വരും നമുക്ക്, അല്ലേ? കൂട്ടി ഉരയ്ക്കലാണ്, ഇളക്കി മറിക്കലാണ് സകല പുതിയ നിർമ്മിതികളുടെയും രീതി. കോൺക്രീറ്റൊക്കെ മിക്സ് ചെയ്തിട്ടാ, ഇളക്കി മറിച്ചിട്ടാ, അല്ലേ? കൂട്ടാനും ഉപ്പേരിയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക? ഇളക്കി മറിച്ചിട്ടാ. കർഷണം ചെയ്യണം. കർഷണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തും നടക്കൂ. നടക്കണമെങ്കിൽ കർഷണം വേണം. കാലോ ചെരുപ്പോ ഭൂമിയായിട്ട് ഒരഞ്ഞ് ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അതിന് തള്ളിയിട്ടാണ് നമ്മൾ ഈ നടക്കുമ്പോൾ നമ്മളതിൻ്റെ ശാസ്ത്രം ശ്രദ്ധിക്കാറില്ല. എങ്ങനെ വണ്ടി സ്കിഡാവുന്നത്, എങ്ങനെ കാല് വഴുക്കി വീഴുന്നത്? ഫ്രിക്ഷൻ ഇല്ലാണ്ടാകുമ്പോൾ. കർഷണം ഇല്ലെങ്കിൽ വീഴും, വഴുക്കി വീഴും, അല്ലെങ്കിൽ വണ്ടി സ്ലിപ്പാവും. അപ്പോൾ കർഷണം ചെയ്യണവൻ, പ്രപഞ്ചത്തിനെ കർഷണം ചെയ്യണവൻ സംഘർഷണൻ. രണ്ടാമത്തെ ഭാവമാണ്. അദ്ദേഹമാണ് അഹങ്കാരത്തിൻ്റെ ദേവത. അഹങ്കാരച്ചാൽ പ്രപഞ്ചത്തിൻ്റെ കൺട്രോൾ മുഴുവൻ എൻ്റേൽ എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. സർവ്വലോകങ്ങളുടെയും സംഹാരകനാണ്. പ്രപഞ്ചത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാനമാണ് സംഘർഷണൻ. അതായത് ശൈവത്തിൽ വരുമ്പോൾ അത് ശിവനായി മാറും, അഥവാ രുദ്രനായിട്ട് മാറും. വൈഷ്ണവത്തിൽ സംഘർഷണൻ തന്നെയാണ് അനന്തൻ, ഭഗവാൻ പള്ളി കൊള്ളണ മൂർത്തി. ആ ഭഗവാൻ തന്നെയാണ് ബലരാമൻ. ആ സംഘർഷണം തന്നെയാണ് ലക്ഷ്മണൻ. അവതാരങ്ങളുടെ കഥകൾ വരുമ്പോൾ ഈ സംഘർഷണമൂർത്തി എന്ന് പറയുന്നത് ഇവരെയാണ്. ഇനി മൂന്നാമത്തത് പ്രദ്യുമ്നൻ. അത് കൃഷ്ണൻ്റെ മകൻ പ്രദ്യുമ്നനല്ല. കാമദേവൻ പുനർജനിച്ച് ശരീരമെടുത്ത ആളല്ല ഈ പ്രദ്യുമ്നൻ. ഇത് കോസ്മിക് തലത്തിലാണ് നമ്മളിത് പറയുന്നത്. പ്രദ്യുമ്നൻ ബുദ്ധിയുടെ ദേവനാണ്. ബുദ്ധിച്ചാൽ അന്തരാത്മാവ്. അകത്തിരുന്നിട്ട് നമുക്ക് വഴി കാണിച്ചു തന്നെ, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം. നമ്മുടെ അകത്തിരുന്ന് പറയണ ഒരു മനസ്സാക്ഷി എന്നൊക്കെ നമ്മൾ പറയും.
കോൺഷ്യൻസ് എന്നൊക്കെ പറയുന്നത് ഈ ബുദ്ധിയുടെ അധിഷ്ഠാന ദേവനാണ്. പ്രദ്യുമ്നൻ ബുദ്ധിയുടെ ദേവനാണ്. നോക്കൂ, നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. മനുഷ്യന് സ്വയം പ്രകാശം വേണം, ആത്മാവ് വേണം, എന്നാലേ ജീവിച്ചിരിക്കുള്ളൂ. അഹങ്കാരം വേണം, ഏത് തരം വരെ. ഇല്ലെങ്കിൽ ഈ ശരീരത്തിലിരിക്കാൻ പറ്റില്ല. അഹങ്കാരം നശിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം പോയി. ഞാനൊരു ചെറിയ ബോധമെങ്കിലും വേണം, എത്ര വലിയ സന്യാസിയായാലും. അതുകൊണ്ട് അഹങ്കാരം മുഴുവൻ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്ന ഭാവത്തിൽ അതിനെ കുടുങ്ങിക്കിടക്കരുതെന്നേ ഉള്ളൂ. ശരീരത്തിൻ്റെ ഒരു ബേസിക് കോൺഷ്യസ്നസ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് സംഘർഷൻ. ഇനി പ്രദ്യുമ്നൻ ബുദ്ധിയുടെ ദേവൻ. അത് കഴിഞ്ഞാൽ അനിരുദ്ധനാണ് നമ്മളെ സകല കുഴപ്പത്തിലും ചാടിക്കുന്നത്. കാരണം അദ്ദേഹം ഇന്ദ്രിയങ്ങളുടെ ദേവനാണ്. കണ്ണിൻ്റെ പാട്ടിന് നോക്കും, ചെവി ചെവിടെ പാട്ടിന് പോവും, അല്ലേ? നാക്കിൻ്റെ പാട്ടിന്. അപ്പോൾ അനിരുദ്ധനാണ് ഇന്ദ്രിയങ്ങളുടെ അഥവാ മനസ്സിൻ്റെ അധിഷ്ഠാനം. മനസ്സിൻ്റെ ദേവൻ അനിരുദ്ധനാണ്. പരമാത്മാ, പ്രത്യേകാത്മാ, അന്തരാത്മാ, ജീവാത്മാ. അപ്പോൾ പരമാത്മാ ആരാ? വാസുദേവൻ. പ്രത്യേകാത്മാവ് എന്ന് പറഞ്ഞാൽ സംഘർഷണൻ. അന്തരാത്മാവ് എന്ന് പറഞ്ഞാൽ പ്രദ്യുമ്നൻ. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ അനിരുദ്ധൻ. ഇങ്ങനെയാണ് ഭഗവാന്റെ ചതുർവ്യൂഹ സമ്പ്രദായം പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ പതിപ്പുകളാണ് നമ്മളൊക്കെ. നമ്മുടെ അകത്ത് ഭഗവാന്റെ ഈ 4 പതിപ്പുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ അകത്തുണ്ട്. നമ്മൾ അത് വെച്ചിട്ടാണ് ജീവിക്കണത്. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ 4 ഭാവങ്ങളുള്ളത്. നമ്മുടെ ആത്മാവ്, നമ്മളിൽ തന്നെയുള്ള അഹങ്കാര തത്വം, അതായത് ഞാൻ ഈ ശരീരത്തിൽ ഇപ്പം ഇരിക്കുന്നു എന്ന ചിന്ത സംഘർഷണൻ, ചിന്തിക്കുന്ന ബുദ്ധി പ്രദ്യുമ്നൻ, നമ്മുടെ മനസ്സായിട്ട് വർത്തിച്ച് ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണ ഇന്ദ്രൻ. ഇന്ദ്രിയങ്ങളുടെ രാജാവാരാ? ഇന്ദ്രൻ. മനസ്സ്, അത് അനിരുദ്ധൻ. അതുകൊണ്ടാണ് പ്രത്യേകാത്മാവും പരമാത്മാവുമായിരിക്കുന്ന കൃഷ്ണഭാവത്തിൽ പ്രത്യേകാത്മാവിൻ്റെ അനുമതി വാങ്ങിയിട്ട്, സംഘർഷണൻ്റെ അനുമതി വാങ്ങിയിട്ട് പരമാത്മാവ് തന്നെ ജീവാത്മാവിനെ രക്ഷിക്കാൻ പോയത് ബാണൻ്റെ രാജധാനിയിൽ. ഇപ്പം പറയേണ്ട കഥയല്ല. ദശമസ്കന്ധം പറയുമ്പോൾ ബാണയുദ്ധം പറയുമ്പോൾ പറയേണ്ടതാണ്. ബാണൻ്റെ കയ്യിൽപ്പെട്ടു മനസ്സ്. 1000 കൈകളുള്ള അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ കയ്യിൽപ്പെട്ടു മനസ്സ്. അപ്പോൾ മനസ്സിൻ്റെ സങ്കല്പശക്തിയാണ് ഗരുഡൻ. ഗരുത്മാൻ ഡയതേ എന്ന് പറഞ്ഞാൽ മനസ്സ് ഇമാജിനേഷൻ കൊണ്ട് ഇങ്ങനെ ഉയർത്തി 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 നമ്മളെ കൊണ്ടുപോകണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഗരുഡൻ എന്ന് പറഞ്ഞാൽ ഗരുത്മാൻ ഡയതേ എന്ന് പറഞ്ഞാൽ ഗരുഡൻ. ആ ഗരുഡൻ്റെ പുറത്ത് പരമാത്മാവ് ഇരുന്നിട്ട് സശക്തികം, ശക്തിയോട് കൂടിയിട്ട്. പ്രകൃതിയുടെ സംബന്ധം വേണം, ഭാമ വേണം കൂടെ. പ്രാഗ്ജ്യോതിഷത്തിൽ പോകണു, പ്രാഗ്ജ്യോതിഷമല്ല, ബാണൻ്റെ രാജധാനി ചെല്ലണു, യുദ്ധമൊക്കെ ചെയ്യണു, രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരും. അത് ബാണയുദ്ധം പറയുമ്പോൾ അവിടെ ശിവൻ ആരാണ്, ഓരോ ഈ ബാണൻ്റെ 1000 കൈകളുടെ സിംബോളിസം, ഇതൊക്കെ സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. നല്ല രസമാണ്. ഇതൊന്നും വെറും കഥയല്ല, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉള്ളിലേക്ക് എടുക്കേണ്ടതാണ്. എന്നിട്ട് പറയുക ഭഗവാൻ മഹാദേവൻ പറയാണ് പ്രചേതസ്സുകളുടെ അടുത്ത്, സൂര്യൻ്റെ രൂപത്തിൽ അഗ്നിയായിട്ടും, സൂര്യൻ്റെ രൂപത്തിലും അഗ്നിയായിട്ടും, ജലരൂപമായിട്ടും, പൃഥ്വിയുടെ രൂപത്തിലും, വായുവിൻ്റെ രൂപത്തിലും, ആകാശരൂപത്തിലും അങ്ങേ ജനങ്ങൾ കാണുന്നുണ്ട്. അങ്ങേക്ക് നമസ്കാരം. പ്രവൃത്തിയുടെ രൂപത്തിലും നിവൃത്തിയുടെ രൂപത്തിലും, ആക്ടിവിറ്റിയുടെ രൂപത്തിലും ഇനാക്ടിവിറ്റിയുടെ രൂപത്തിലും നീ തന്നെയാണ്. വെറുതെ ഇരുന്നാലും നീയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും നീയാണ്. മൃത്യുവിൻ്റെ രൂപത്തിൽ, കാരണം പ്രവൃത്തിയും നിവൃത്തിയും രണ്ടും നിന്ന് പോണ അവസ്ഥയാണ് മരണം. ജീവിച്ചിരിക്കണ്ടെങ്കിലല്ലേ മിണ്ടാണ്ടിരിക്കലും ജോലി ചെയ്യലുള്ളൂ. ഇത് രണ്ടും നിൽക്കണമെങ്കിൽ മരിക്കണം. അപ്പം ആ രൂപത്തിലും നിന്നെ കാണുന്നു. അപ്പം മരണവും നീയാണ്. മൃത്യുവേ രുദ്രായ വിഷ്ണവേ മൃത്യുർമേ പാഹി. നമ്മൾ ജപിക്കുമ്പോൾ രുദ്ര അവസാനിപ്പിക്കണം അങ്ങനെയാണ്. അങ്ങനെ മൃത്യുരൂപത്തിലും കാണുന്നു. ഇനി സാഖ്യ യോഗങ്ങളുടെ ഇന്ന് രാവിലെ വിസ്തരിച്ചു കപിലോപദേശം പറഞ്ഞപ്പോൾ. സാഖ്യം എന്താണ്, യോഗം എന്താണ്, സാഖ്യം ബലരാമനാണ്, യോഗം കൃഷ്ണനാണ് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ മുഴുവൻ അധീശ്വരനായിട്ടുള്ള കൃഷ്ണൻ ആ നീ തന്നെയാണ്. അല്ലയോ പ്രഭോ, 5 ഇന്ദ്രിയങ്ങൾക്കും പരമാനന്ദത്തിനെ കൊടുക്കണം. നിൻ്റെ ആ മനോഹരമായിട്ടുള്ള രൂപം ഞങ്ങൾക്ക് എന്നാണ് കാണാൻ സാധിക്കുക? മഹാദേവൻ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇവരെ പറഞ്ഞു പഠിപ്പിക്കണം. നമ്മൾ കൊച്ചുകുട്ടികളോട് പറയില്ലേ, അമ്പാട്ടിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കില്ലേ, അതുമാതിരി പഠിപ്പിക്കുകയാണ്. എന്നാ അങ്ങേ കാണാൻ സാധിക്കുക എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കണം ഇവർക്ക്. പാപത്തിൻ്റെ രൂപമായിട്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇരുട്ടുണ്ട്. ആ ഇരുട്ടിനെ ദൂരീകരിക്കാൻ
ശരത്കാലത്തെ ചന്ദ്രനെപ്പോലെ രൂപകാന്തിയുള്ള അങ്ങയെ ധ്യാനിച്ചാൽ മാത്രം മതി. മനഃശുദ്ധി ആഗ്രഹിക്കുന്നവർ നിശ്ചയമായിട്ടും അങ്ങയെ ധ്യാനിക്കും. അതുവഴി ഭക്തന്മാർക്ക് അങ്ങയെ പ്രാപിക്കാനും പറ്റും. യമധർമ്മൻ പോലും അങ്ങയുടെ പാദസേവകനായതുകൊണ്ട് യഥാർത്ഥ ഭക്തന്മാർ വേറെ ഒന്നും ചോദിക്കണില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ മരണത്തിനെ ഒഴിവാക്കി തരണമെന്ന് പോലും അവർ പറയില്ല. ഭക്തി വേണം, ഭക്തി വേണം, ഭക്തി വേണം എന്നേ പറയുള്ളൂ. സ്വർഗോ മോക്ഷോ ഈ ഭക്തന്മാർക്ക് വേണ്ടേ വേണ്ട. എന്നിട്ട് പറയാ നയസ്യ ചിത്തം ബഹിരർത്ഥ വിഭ്രമം തമോ ഗുഹായാം ജ വിശുദ്ധമാവിശത് യദ്ഭക്തി യോഗാനുഗൃഹീതമഞ്ജസ മുനിർവിചഷ്ടേന തത്ര തേ ഗതി. സാധകനായിട്ടുള്ളവൻ്റെ ഭഗവാന്റെ മാർഗത്തിൽ, ഭജനമാർഗത്തിൽ ചിട്ടയായിട്ട് പോകുന്നവനാണ് സാധകൻ. അവൻ്റെ ചിത്തം പുറത്തുള്ള വിഷയങ്ങളിൽ ഒന്നും ചെന്ന് ഒട്ടുന്നില്ല. അവൻ എത്ര തിരക്കിൻ്റെ ഇടയിൽ പെട്ടാലും ശരി, തപോരൂപമായിട്ടുള്ള തമോ ഗുണം നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയിൽ ലയിച്ച് കിടക്കണമില്ല. നമ്മളെയൊക്കെ പോലെ നമ്മൾ എന്തൊക്കെ ഇവിടെ ഇരുന്നിട്ട് അതേ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞാലും 2 മിനിറ്റ് കഴിഞ്ഞാൽ അതൊക്കെ മറക്കും. ഇവിടുന്ന് ഈ കസേരന്ന് എണീച്ചാൽ മതി. ഇവിടുന്ന് എണീച്ചാൽ ഒന്നും വേണ്ട, ഇപ്പം ചായയുടെ ബ്രേക്കായാൽ മറക്കും. ഇന്നും ബിസ്ക്കറ്റാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഭക്തിയോഗം കൊണ്ട് അനുഗ്രഹീതനും നിർമ്മലനുമായിട്ട് തീരുമ്പോൾ മുനിക്ക് നിഷ്പ്രയാസം അങ്ങയുടെ സ്വരൂപം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു. അത് മാണ്ഡൂകോപനിഷത്തിൻ്റെ കാരികയുണ്ട്, ഗൗഡപാദൻ്റെ കാരിക. അതായത് ശങ്കരഭഗവത്പാദരുടെ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ, ഗോവിന്ദഭഗവത്പാദരുടെ ഗുരുനാഥൻ ഗൗഡപാദ, അദ്ദേഹത്തിൻ്റെ കാരികയുണ്ട്. ബദരിയിലൊരു പാറപ്പുറത്തോട്ട് ഇരുന്നിട്ട് അദ്ദേഹം എഴുതിയത്. അതിനൊരു ശിലയുണ്ട് അവിടെ, ഗൗഡപാദ ശില എന്നും പറഞ്ഞിട്ട് നമുക്ക് ആ അളകതന്ത്ര നടുക്ക് കാണാൻ പറ്റും. അതിൽ പറയുന്ന ഒരു പദ്യവും ഈ പദ്യവും വളരെ സിമിലറാണ്. ഈ ഭാഗവതത്തിൽ പല സ്ഥലത്തും ഒരുപാട് വേദമന്ത്രങ്ങളുടെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കാണാം. കാരണം ഇത് വേദമാണ്. ഇപ്പം നേരത്തെ ഞാൻ രാധാകൃഷ്ണനെ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു, ഇതം വിഷ്ണുർ വിചക്രമേ ത്രേധാനി തഥേപദം എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട് വിഷ്ണു സൂക്തത്തിൽ. ആ ത്രേധാനി തഥേപദം എന്ന് വരുന്നുണ്ട്. ഇങ്ങനെ ഇടയിലിടയിൽ ഇട്ട് കൊടുക്കും. ഇതേ കാര്യം ഭട്ടതിരി ചെയ്തിട്ടുണ്ട്. 99-ാം ശ്ലോകം എങ്ങനെ തുടങ്ങണം, വിഷ്ണു ഒരു ഗംഭീര്യാണി എന്ന് പറഞ്ഞിട്ടല്ലേ? അത് ശരിക്കും വേദമന്ത്രമാണ്, വേദത്തിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുക അതിനെ. അപ്പം ആ പരമമായിട്ടുള്ള സത്യത്തിനെ പ്രകാശിപ്പിക്കാനുള്ള ഉദ്ദേശമാണ്. അപ്പം ഭഗവാൻ മഹാദേവൻ മാണ്ഡൂകോപനിഷത്തിലത്തെ ഒരു ഭാഗം എടുത്തിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നു. അത് മനസ്സിലാക്കാനാണ്. എന്തിന്? വേദം തന്നെയാണ്, വേദം പറഞ്ഞിട്ടുള്ള ഉപാസന തന്നെയാണ്. അല്ലാണ്ട് ഭഗവാൻ ശിവൻ ഞാൻ പറഞ്ഞ ഒക്കെ ശരിയാണെന്നല്ല പറഞ്ഞത്. വേദം പറഞ്ഞിട്ടുള്ളതിനെ ഞാൻ പറഞ്ഞു തരണു. അത് അദ്ദേഹത്തിൻ്റെ വിനയം, ഭഗവാന്റെ വിനയം. ആ ഭഗവാനെ നമസ്കരിക്കുക. മാത്രമല്ല, ഏകാഗ്രതയ്ക്ക് ഭംഗം വരികയാണെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിച്ച് ആ ദോഷത്തിനെ പുറന്തള്ളണം എന്ന് മാണ്ഡൂക്യത്തിലെ കാരികയിൽ പറയുന്നുണ്ട്. ഇത് ചെയ്ത ആളാ ഭഗവാൻ. ഏകാഗ്രതയ്ക്ക് ഭംഗം വന്നപ്പോൾ ഒന്ന് തുറന്നു നോക്കി, ദേഹം നിൽക്കണ ഒരു തന്നെ അമ്പുമില്ലും പിടിച്ചിട്ട് അവനെ കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും ധ്യാനത്തേക്ക് പോയി. അപ്പോൾ പ്രാക്ടിക്കലി ചെയ്ത് ഉറപ്പ് വന്ന ആൾക്കേ അത് അടിച്ചു പറയാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വെറും തിയറിയോ. അങ്ങനെ മനസ്സിന് സമഭാവന ഉണ്ടാകുമ്പോൾ മനസ്സിനെ കർമ്മരഹിതമാക്കണം എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക എന്നല്ല അർത്ഥം. അതിലൊട്ടരുത്. ഞാനത് ചെയ്തു, ഞാനാണ് ഇതൊക്കെ ചെയ്തത്, ഈ വിധത്തിലുള്ള കർത്തൃത്വ ബോധത്തെയൊക്കെ എടുത്ത് കളയണം. ഇതൊക്കെ തന്നെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുക ഭഗവാൻ പ്രചേതസ്സുകളുടെ അടുത്ത്, നമ്മൾ ഈ വിശ്വത്തെ മുഴുവൻ ഏത് ശക്തിയിലാണോ അന്തർലീനായിട്ട് കാണുന്നത്, ഏത് ശക്തിയിലാണോ ലയിച്ചതായിട്ട് കാണുന്നത്, ആ ശക്തി സമ്പൂർണ്ണ ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. ആകാശം പോലെ പരന്നു കിടക്കണതും അതിന് സമാനമായിരിക്കുന്ന, നമുക്ക് കാണിച്ചു തരാൻ ഒരു സാധാരണ മനുഷ്യനെ കാണിച്ചു. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ ഏറ്റവും അടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ ഇതാ അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇനി ഒന്നും പറ്റിയില്ല, ടെറസിൽ പോയിട്ട് മലന്ന് കിടക്കുക. ഈ ടെറസിൽ പോയിട്ട് മലന്ന് കിടന്ന് ആകാശം നോക്കി കിടക്കണതിൻ്റെ മുകളിൽ വലിയൊരു ധ്യാനം വേറെ ഇല്ല. ടെറസിൽ പോവുക, മലന്ന് കിടക്കുക, എന്തെങ്കിലും വിരിക്കണം കേട്ടോ, പാലക്കാട്ടെ ചൂടിൽ മലന്ന് കിടന്നിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് രാത്രി ആവട്ടെ പകലാവട്ടെ, എത്ര സ്ട്രെസ്സും ടെൻഷനും ഉണ്ടെങ്കിലും പോകും. അതിന് കാരണം എന്താ വെച്ചാൽ ആ ബ്രഹ്മവുമായിട്ട് നമുക്ക് സംബന്ധം പെട്ടെന്ന് വരുന്നുള്ളതാണ്. നമ്മുടെ അകത്ത് തന്നെ ഉള്ളത്, അകത്തെ ചിതാകാശം പുറത്ത് ആകാശം കൊണ്ട് തുറക്കും. അതാണ് ചിദംബരം. അപ്പോഴേ ആ നടനം നടക്കുള്ളൂ. അങ്ങനെ ഭഗവാൻ പറയാം, ഈ ബ്രഹ്മതത്വത്തെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പരിശുദ്ധ ഭാവനയോട് കൂടിയിട്ട് ധർമാചരണം ചെയ്തുകൊണ്ട് ഈ സ്തോത്രം ജപിച്ചോളൂ. ഭഗവാന്റെ പ്രെസ്ക്രിപ്ഷനാണ്.
പരിശുദ്ധ ഭാവന ധർമാചരണം. അതായത് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള ഡ്യൂട്ടി കളഞ്ഞ് ഓടി രക്ഷപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ട് ഏകാഗ്രമായിട്ട് ഫലേച്ഛയില്ലാണ്ട് മനസ്സ് ശുദ്ധമാക്കി വെച്ചിട്ട് ഈ സ്തോത്രം ജപിച്ചോ, നിങ്ങൾക്ക് ഭഗവാനെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അന്ന് പ്രചേതസ്സുകൾക്ക് വേണ്ടി വന്ന കൃഷ്ണൻ നാരായണൻ പിന്നെ അവിടുന്ന് തിരിച്ചു പോയില്ല. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഗുരുവായൂർ പോയിട്ട് ഇങ്ങനെ തൊഴാൻ പറ്റണത്. അല്ലാണ്ട് ഗുരുവും വായുവും അവിടെ കൊണ്ടുവന്ന് വെച്ചോണ്ട് മാത്രമല്ല. അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്, പ്രചേതസ്സുകളുടെ തപസ് നടന്ന ഭൂമിയാണ്. ആ കൂത്തമ്പലം നിന്ന സ്ഥലത്തായിരുന്നു അവരുടെ ഈ തപസ്. ആ സരസ്സിലാണ് ഭഗവാൻ വന്നത്. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന മഹാദേവനാണ് മമ്മിയൂരിയിരിക്കുന്നത്. ഈ പ്രചേതസ്സുകൾക്ക് രുദ്രഗീത ഉപദേശിച്ച മഹാദേവനാണ് ഈ മമ്മിയൂരിയിരിക്കുന്നത്. അപ്പോൾ സന്ദർഭവശാൽ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാനിത് പറയാമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷേ അത് പറഞ്ഞില്ല, ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഓരോന്ന് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തോന്നി, അയ്യോ പറഞ്ഞില്ലെങ്കിൽ വളരെ കഷ്ടമാവും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് രുദ്രഗീതം പറഞ്ഞു എന്ന് മാത്രം.